നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. പ്രവീജാസ് വായനലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ കഥയാണ് വായനലോകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രൻ മുൻനിര എഴുത്തുകാരി. ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 42 പുസ്തകങ്ങൾ. ഇതിൽ ചെറുകഥാസമാഹാരങ്ങൾ, നോവൽ, ജീവചരിത്രം, വിവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. മോൾ മുതൽ മെറൈൻ ഡ്രൈവ് വരെ, ദാസിത്തെരുവ്, ജലസമാധി, ശക്തൻ തമ്പുരാൻ, ദയാഹർജി എന്നിവയാണ് മലയാളത്തിലെ ചില പുസ്തകങ്ങൾ. ഐതിഹ്യമാല ഇംഗ്ലീഷിലേക്ക് ആദ്യമായി മൊഴിമാറ്റം ചെയ്തതിൻ്റെ ക്രെഡിറ്റും ശ്രീകുമാരി രാമചന്ദ്രനെ ആണ്. ഇതുകൂടാതെ ടെയിൽസ് ഓഫ് മലബാർ, രാമായണ ഫോർ യങ് റീഡേഴ്സ്, എവർഗ്രീൻ ലെജൻഡ്സ് ഓഫ് കേരള 1-ാം ഭാഗം, 2-ാം ഭാഗം, സാഗ ഓഫ് ചേരമൻ, ശക്തൻ തമ്പുരാൻ, ദ ലയൺ ഓഫ് കൊച്ചിൻ തുടങ്ങിയ പുസ്തകങ്ങൾ ബെസ്റ്റ് സെല്ലറിൻ്റെ ലിസ്റ്റിൽ പെടുന്നു. പ്രചോദിത അവാർഡ്, ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ദേവി അവാർഡ് എന്നിവയടക്കം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ സ്ഥിരതാമസം. ഇനി പ്രിയ എഴുത്തുകാരി ശ്രീകുമാരി രാമചന്ദ്രൻ നിങ്ങളോടായി പങ്കുവയ്ക്കുന്ന കുറച്ച് വാക്കുകളിലേക്ക്. നമസ്കാരം, ഞാൻ ശ്രീകുമാരി രാമചന്ദ്രൻ, എഴുത്തുകാരിയാണ്. 30 വർഷത്തെ എൻ്റെ എഴുത്ത് ജീവിതത്തിനിടെ ഞാനൊരു 125ഓളം കഥകൾ എഴുതിയിട്ടുണ്ട്, ചെറുകഥകൾ. അതിലേതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിച്ചാൽ എനിക്ക് എല്ലാ കഥകളും ഇഷ്ടമാണ്. ഞാൻ എഴുതിയ എല്ലാ കഥകളും എനിക്ക് പ്രിയപ്പെട്ട കഥ തന്നെയാണ്. എങ്കിലും അതിലൊരെണ്ണം എനിക്ക് ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാനുള്ള അത്രയും ഇഷ്ടമുള്ള ഒരു കഥയുണ്ട്. ആ കഥ ഒരമ്മയുടെ കണ്ണീരിൻ്റെ കഥയാണ്. അത് എൻ്റെ ഹൃദയത്തെ തന്നെ എൻ്റെ ഹൃദയത്തെ തന്നെ സ്പർശിച്ചു. ആ കഥയുടെ പേരാണ് ഓമനത്തിങ്കൾ. ഏതാണ്ട് 9-10 വർഷങ്ങൾക്ക് മുമ്പ് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് ആ കഥ പ്രസിദ്ധീകരിച്ചു വന്നത്. ആ കഥയാണ് ഓമനത്തിങ്കൾ എന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കഥയാണ് ഇന്ന് പ്രവീജ വിനീത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. കേൾക്കുമല്ലോ. ഇന്ന് വായനാലോകത്തിൽ ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ ദാസിത്തെരുവ് എന്ന പുസ്തകത്തിലെ ഓമനത്തിങ്കൾ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ കഥ ഓമനത്തിങ്കൾ. ഗർഭാശയത്തിനകത്ത് തുടിക്കുന്ന പിഞ്ചു ജീവൻ തനിക്കാരുമല്ലെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. പക്ഷേ സത്യത്തിൽ നിന്ന് എത്ര നാൾ മുഖം തിരിച്ചിരിക്കാനാവും? കഴിഞ്ഞ 9 മാസമായി സ്വന്തം ഉദരത്തിൽ കുടിപാർക്കുന്നത് അവനാണോ അവളാണോ എന്ന് ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. അതറിയാനുള്ള അവകാശം തനിക്കില്ലെന്നവൾക്കറിയാം. അല്ലെങ്കിൽ തന്നെ ഗർഭപാത്രത്തിന് കണക്ക് പറഞ്ഞ് വാടക വാങ്ങുന്ന ഒരാൾക്ക് അതറിഞ്ഞിട്ടെന്ത് കാര്യം? പക്ഷേ അവൾക്കറിയാം, താൻ ഉദരത്തിൽ സംരക്ഷിക്കുന്നത് അവളെയല്ല അവനെയാണെന്ന്. സ്കാനിങ്ങിനിടെ ഡോക്ടർമാരുടെ കൺസാധകത്തിൽ നിന്നാണ് അവൾക്കത് മനസ്സിലായത്. ഗർഭപാത്രത്തിൻ്റെ മൃദുവായ വാതിലുകളിൽ ഉരുമ്മി ഉമ്മ വെച്ച് മരുളയാൽ സ്വയം തീർത്ത ആവരണത്തിനകത്ത് സ്വയം ബന്ധനസ്ഥനായി ചുരുണ്ട് കൂടി കിടക്കുന്ന ഓമനക്കുട്ടൻ്റെ അമ്മ അവളല്ല. ചന്തു അവൻ്റെ അച്ഛനുമല്ല. അവനെ 10 മാസം ഗർഭത്തിൽ സംരക്ഷിക്കുക മാത്രമാണ് അവളുടെ ചുമതല. തൻ്റെ പ്രായത്തിലുള്ള ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇത്തരമൊരു സാഹസത്തിന് ധൈര്യപ്പെടുമോ? അവൾ ചിന്തിച്ചു നോക്കി. പൊടുന്നനെ മനസ്സിൻ്റെ 1000 വാതായനങ്ങൾ ഒറ്റയടിക്ക് തുറന്നു. അവയിലൂടെ പത്തായപ്പുരയും പശുത്തൊഴുത്തുമുള്ള ഇല്ലവും, സ്നേഹിക്കാൻ മാത്രമറിയാവുന്ന അച്ഛനമ്മമാരും, അനീത്തിമാർക്കൊപ്പം കളിച്ചു തിമിർത്ത ബാല്യവും, പ്രണയത്തെ തിരിച്ചറിഞ്ഞ കൗമാരവുമെല്ലാം തള്ളിക്കയറി വന്നു. ഓർമ്മകൾ ഒന്നിനു പിറകെ ഒന്നായി അടിച്ചാർത്തപ്പോൾ കിടക്കയിൽ അള്ളി പിടിച്ചു. കണ്ണുകൾ ഇറുക്കിയടച്ചു. ചന്തുവിൻ്റെ പ്ലാൻ നടപ്പാക്കാൻ ഒരു ഉപകരണമായി വഴങ്ങിക്കൊടുത്ത നിമിഷത്തെ പഴിച്ചു. സ്നേഹിക്കുന്ന പുരുഷനു വേണ്ടി എന്ത് ത്യാഗത്തിനും തയ്യാറാവുന്ന ഒരു ശരാശരി മലയാളി പെണ്ണിൻ്റെ മനസ്സ് കാണാൻ കഴിവുള്ളവരുണ്ടാകുമോ ഈ ലോകത്ത്? IVF-ിലൂടെ ഒരു കുഞ്ഞിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ദമ്പതികൾ നൽകിയ ഓൺലൈൻ പരസ്യം ആദ്യം കണ്ടത് അവളായിരുന്നുവെങ്കിലും അവരുടെ ഐഡൻറ്റിറ്റി തേടി കണ്ടുപിടിച്ചത്
ചന്തുവായിരുന്നു. ബോളിവുഡിലെ ഏറ്റവും വിലയേറിയ താരദമ്പതികൾ, ലോക പ്രശസ്തർ, കോടികളുടെ വരുമാനമുള്ളവർ. സ്വന്തം കുഞ്ഞിന് വളരാൻ വാടകയ്ക്കൊരു ഗർഭപാത്രമാണ് അവർക്ക് വേണ്ടത്. 20നും 25നും ഇടയ്ക്കുള്ള പ്രായമുള്ള കന്യകയായ ഒരു പെൺകുട്ടിയുടെ ഗർഭപാത്രം. പരസ്യത്തിൽ പിന്നെയും ഉണ്ടായിരുന്നു നിബന്ധനകൾ. പെൺകുട്ടി വിദ്യാസമ്പന്നയായിരിക്കണം, ശാരീരികവും മാനസികവുമായ ആരോഗ്യമുള്ളവളാവണം, വെജിറ്റേറിയനാണ് മുൻഗണന, ദൈവഭക്തിയുള്ളവളാണെങ്കിൽ സന്തോഷം, സാത്വിക ഗുണങ്ങൾക്ക് മുൻതൂക്കം, A- ബ്ലഡ് ഗ്രൂപ്പും കുലമഹിമയും അതിപ്രധാനം. ചോദിക്കുന്ന പ്രതിഫലമാണ് വാഗ്ദാനം. സെലിബ്രിറ്റികളുടെ ഭ്രാന്ത് എന്നേ തോന്നിയുള്ളൂ. പക്ഷേ ചന്തുവിൻ്റെ പ്രതികരണം മറ്റൊരു വിധത്തിലായിരുന്നു. നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ചാട്ടുളി പോലെ അവൻ ചോദ്യമറിഞ്ഞപ്പോൾ തറഞ്ഞിരുന്നു പോയി. ചന്തു, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? നമ്മുടെ വിവാഹത്തിന് ഇനി 12 ദിവസമേയുള്ളൂ. ഭ്രാന്തെന്ന് തന്നെ കൂട്ടിക്കോ. നീ ആ പരസ്യം മനസ്സിരുത്തിയാണോ വായിച്ചത്? നിബന്ധനകളൊക്കെ കിറുകൃത്യം, ബ്ലഡ് ഗ്രൂപ്പ് പോലും. ഇത് നിന്റെ നിയോഗമാ. സംഗതി ക്ലിക്കായാൽ നമ്മൾ രക്ഷപ്പെട്ടു. അവൻ പലതും കണക്ക് കൂട്ടുന്നുണ്ടെന്ന് മനസ്സിലായി. രാത്രി പകലാക്കി പണിയെടുത്തിട്ടും നമുക്ക് കിട്ടുന്നതെന്താ? വെറും നക്കാപ്പിച്ച. പറമ്പിലെ ചില്ലിത്തെങ്ങുകളും അടുക്കളയിലെ ഓട്ടുപാത്രങ്ങളുമല്ലാതെ ഇല്ലത്തെന്തുണ്ട്? ആർഭാടപൂർണമായ ഒരു ജീവിതമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ചന്തു ഗൗരവം പൂണ്ടു. അതിന് പണം വേണം. നമ്മൾ രണ്ടാളും 10 കൊല്ലം പണിയെടുത്താൽ പോലും സമ്പാദിക്കാനാവാത്ത ഒരു തുക ഈ ഒരൊറ്റ ഡീലിൽ നിന്നുണ്ടാക്കാം. എനിക്കുറപ്പുണ്ട്. നീയൊന്ന് സഹകരിച്ചാൽ മാത്രം മതി. അവൻ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നാതിരുന്നില്ല. എന്നാലും ലോട്ടറിയാ, ദൈവമായിട്ട് വെച്ചു നീട്ടുന്ന ഒരു മഹാഭാഗ്യം. അവൻ്റെ ആവേശത്തള്ളലിൽ അവളുടെ ആശങ്കകൾ മുനയൊടിഞ്ഞു വീണു. അവനെപ്പോലെ അവളും കണക്കുകൾ കൂട്ടി, സ്വപ്നങ്ങൾ കണ്ടു. മക്കളില്ലാത്തവർക്ക് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും വലിയ പുണ്യം തന്നെയാവും. പക്ഷേ നമ്മുടേതല്ലാത്ത ഒരു കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ നിനക്കെന്നെ ഇതുപോലെ സ്നേഹിക്കാനാവുമോ? അവൾ കണ്ണു നിറച്ചു. എന്താ സംശയം? അവൻ അവളെ ചേർത്ത് പിടിച്ചു. അവൻ്റെ തീക്ഷ്ണ നയനങ്ങൾ സ്വന്തം കൺകയത്തിലേക്ക് ഊളിയിട്ട ഇറങ്ങിയപ്പോൾ പൂണൂൽ പറ്റിക്കിടക്കുന്ന അവൻ്റെ മാറിലേക്കവൾ മറ്റൊരു പൂണൂലായി ഒട്ടിച്ചേർന്നു. ആകാശം ചുക്കപ്പും നീലയും വെള്ളയും പട്ടുകൾ നെയ്തുകൂട്ടിയ മേടപ്പുലരിയിൽ വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ ചന്തു അവളുടെ കഴുത്തിൽ താലികെട്ടി. കുടിവെപ്പും വാതിലൂണും കഴിഞ്ഞാൻ കാത്തുനിന്നു. ലീവില്ലെന്ന് കളവ് പറഞ്ഞ് ഹൈദരാബാദിലേക്ക് വണ്ടി കയറി. പാരഡൈസ് എൻക്ലേവിലെ വാടക ഫ്ലാറ്റിൽ വെറും അപരിചിതരെ പോലെ കഴിച്ചുകൂട്ടിയ ദിവസങ്ങൾ. ഏതോ വൻ ബിസിനസ് പ്ലാൻ ചെയ്യും പോലെയായിരുന്നു ചന്തുവിൻ്റെ നീക്കങ്ങൾ. മെയിലുകൾ, ഫോൺ കോളുകൾ, ടെലികോൺഫറൻസുകൾ, പ്രാഥമിക ടെസ്റ്റുകൾ, പരിശോധനകൾ. കടമ്പകൾ ഒന്നൊന്നായി കടന്നു. റിസൾട്ടുകളെല്ലാം പോസിറ്റീവ്. ചന്തുവിനായിരുന്നു ഏറെ സന്തോഷം. 10ഓളം അപേക്ഷകരെ പിന്തള്ളിയ സംതൃപ്തിയോടെയാണ് കടലോര നഗരത്തിലേക്ക് പറന്നത്. മുംബൈയിലെ ഏറ്റവും മുന്തിയ ആശുപത്രിയിൽ അഡ്മിറ്റായ ദിവസം ഏതോ അജ്ഞാത സങ്കേതത്തിലെ തടവറയിലകപ്പെട്ട പ്രതീതിയായിരുന്നു. പുതിയ ടെസ്റ്റുകൾക്കും കൗൺസിലിങ്ങിനും വിധേയയാവുമ്പോൾ കുറ്റബോധം മനസ്സിനെ അലട്ടാൻ തുടങ്ങി. കളവും കാപ്പട്യവും അറിയാത്ത അച്ഛനമ്മമാരെയാണ് വഞ്ചിക്കുന്നത്. പൂജയും തേവാരവും ജീവിതവ്രതമാക്കിയ ശ്വശുരനും ശ്വശ്രുവും അറിഞ്ഞാൽ തകർന്നു പോവും. ആരും ഒന്നും അറിയാൻ പോകുന്നില്ല. ഇനി നീയായിട്ട് ഒന്നും അറിയിക്കാതിരുന്നാൽ മതി. ചന്തു ശകാരിച്ചപ്പോൾ മൗനം പൂണ്ടിരുന്നതേയുള്ളൂ. ഒടുവിൽ തൻ്റെ ഗർഭപാത്രം വാടകയ്ക്കെടുത്ത താരദമ്പതികളുമായി നേരിട്ടൊരു കൂടിക്കാഴ്ച. സ്ക്രീനിൽ മാത്രം കണ്ടുപരിചയമുള്ള മുഖങ്ങളെ ആരാധനയോടെ നോക്കിയിരുന്നു. തന്ത്രശാലിയായ ഒരു ബിസിനസ്സുകാരൻ്റെ വൈഭവത്തോടെ ചന്തു അവരുമായി സംസാരിക്കുന്നതും
ഡീൽ ഉറപ്പിക്കുന്നതുമൊക്കെ കണ്ടപ്പോൾ അത്ഭുതം തോന്നി. ഗായത്രി മന്ത്രവും വേദസൂക്തങ്ങളും കേട്ടു വളർന്ന ഒരാൾക്ക് ഇത്രയ്ക്ക് തൻ്റെ ഇടമുണ്ടാകുമോ? രേഖകൾ ഒപ്പിട്ട് നൽകി. അഡ്വാൻസ് നേരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ കടലാസുകൾ ഏറ്റുവാങ്ങി. പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു. സ്പെഷ്യൽ ബ്ലോക്കിലെ ഡീലക്സ് റൂം അവൾക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിക്കപ്പെട്ടു. സദാ തങ്ങി നിൽക്കുന്ന സൗരഭ്യം, AC-യുടെ സുഗതമായ തണുപ്പ്. ജാലകം തുറന്നിട്ടാൽ താഴെ വാഹനങ്ങളിഴയുന്ന നിരത്തും നിരത്തിനെ 4 വിഭജിക്കുന്ന വരമ്പുകളും കാണാം. തറയോടുകൾ പാകിയ നടപ്പാതയ്ക്കപ്പുറത്ത് തിരയിളകുന്ന കടൽ. കടലിനു മീതെ പ്രകാശം വിതറുന്ന ആകാശം. രാജകീയമായിരുന്നു ഏർപ്പാടുകൾ. ഒരു സേഫ്റ്റി പിൻ വാങ്ങാൻ പോലും പണം ചെലവാക്കേണ്ട. ദിവസങ്ങൾ നൃത്തം വെച്ചു നീങ്ങി. കവിളുകൾ തുടുത്തു, ശരീരം മിനുത്തു, മുടിയിഴകൾക്ക് തിളക്കമേറി. ശരീരത്തിലെ ഓരോ കോശത്തിനുമുണ്ടായ മാറ്റങ്ങൾക്കൊപ്പം മനസ്സും മാറിക്കൊണ്ടിരുന്നത് അവൾ പോലും അറിഞ്ഞില്ല. പകൽ വേളകളിൽ സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി. രാത്രികളിൽ ഇരുട്ടിനോട് രഹസ്യങ്ങൾ കൈമാറി. വേണ്ടി വരില്ലെന്നറിഞ്ഞുകൊണ്ട് തന്നെ എത്രയെത്ര താരാട്ടുപാട്ടുകളാണ് പഠിച്ചെടുത്തത്. ഏകാന്തതയിലിരുന്ന് എത്ര തവണയാണ് ഓമനത്തിങ്കൾ കിടാവെ പാടിയതെന്ന് അവൾക്ക് നിശ്ചയമില്ല. ഇനി എണ്ണാൻ മാസങ്ങളില്ല, ആഴ്ചകളുമില്ല, ഏറിയാൽ മണിക്കൂറുകൾ. വർണ്ണോജ്വലമായ ലോകം കാണാൻ അവൻ തിടുക്കം കൂട്ടി തുടങ്ങിയിട്ടുണ്ട്. അതോർക്കെ അവളുടെ തൊണ്ട കനച്ചു. കടക്കണ്ണിൽ നിന്ന് ഊർന്നിറങ്ങിയ നീർത്തുള്ളികൾ വീർത്ത ഉദരത്തിനുമേൽ വീണു ചിതറി. ഇരുട്ടിൻ്റെ അജ്ഞാതമായ കോണിൽ നിന്ന് അവ്യക്തമായ താരാട്ടിൻ്റെ ഓളങ്ങൾ ആടിയുലഞ്ഞു വന്നു. അതിൻ്റെ ആന്തോളനത്തിൽ അവളുടെ കൺപോളകൾ കൂമ്പിയടഞ്ഞു. അപ്പോൾ ആകാശത്തിൻ്റെ വടക്കുകിഴക്കേ ദിശ ഒരു വെൺമേഘശകലത്തെ പെറ്റിട്ടത് അവൾ അറിഞ്ഞില്ല. രാത്രിയുടെ അവസാനയാമം കൊഴിഞ്ഞു വീഴും മുൻപ് തന്നെ, കാക്കകൾ കരയും മുൻപ് തന്നെ, നഗരത്തിലെ പക്ഷികൾ ഉണരും മുൻപ് തന്നെ, തീരത്തെ ഉണർത്താൻ ഒച്ചവയ്ക്കുന്ന കടൽ തിരകൾക്കൊപ്പം അവൾ ഉണർന്നു. കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ അടിവയറ്റിനകത്ത് അവനൊരു മലക്കം മറച്ചിൽ അമ്മേ നിലവിളിച്ചുപോയി. മിന്നൽ വേഗത്തിലാണ് ചന്തു കാര്യങ്ങൾ നീക്കിയത്. തീക്ഷ്ണമായ പ്രകാശത്തിന് കീഴെ ലേബർ കോട്ടിൽ മലർന്നു കിടന്നു. കൈത്തണ്ടകളിൽ സൂചികൾ കയറിയിറങ്ങിയപ്പോൾ ഞരങ്ങി. ഇളം നീല കുപ്പായങ്ങളണിഞ്ഞ രൂപങ്ങൾ ഒന്നൊന്നായി വന്നു പൊതിഞ്ഞു. പരീക്ഷണത്തിൻ്റെ മണിക്കൂറുകൾ. പിടിച്ചു നിൽക്കാൻ ഈശ്വരനാമമുരുട്ടു. ഗർഭപാത്രത്തിൻ്റെ ഭിത്തികളിന്മേലും കീഴോട്ടിറങ്ങുന്ന ഇടനാഴിയുടെ കവാടത്തിന്മേലും അവൻ ആഞ്ഞാഞ്ഞു തള്ളി. മുട്ടനാടിനെപ്പോലെ തലകൊണ്ടിടിച്ചു. നിരന്തരം തുരന്ന് നിരന്തരം സമ്മർദ്ദം ചെലുത്തി പീഡിപ്പിച്ച് വേദനിപ്പിച്ച് അവൻ ചുവന്ന മുഖവുമായി മണത്ത് പുറത്തു ചാടിയപ്പോൾ നിലവിളിയോടെ അവൾ കുഴഞ്ഞു വീണു. കൈത്തണ്ടയിലേക്ക് വീണ്ടുമൊരു സൂചി ആഴ്ന്നിറങ്ങിയതും ഞരമ്പുകളിൽ വീര്യമേറിയ ഏതോ ഔഷധം കത്തിപ്പടരുന്നതുമറിഞ്ഞു. അടുത്ത നിമിഷം അവളുടെ ബോധമനസ്സ് അഗാധമായൊരു നിദ്രയുടെ കൊക്കയിലേക്ക് മറിഞ്ഞു വീണു. നവജാതൻ മറുളയിൽ നിന്ന് സ്വതന്ത്രനായതോ, ലോകത്തിൻ്റെ നിറപ്പകിട്ടാർന്ന മുഖത്തു നോക്കി അലറിയതോ നിലവിളിച്ചതോ അവൾ കേട്ടില്ല. അച്ഛൻ്റെ മാറോടൊട്ടിച്ചേർന്ന് തിരിഞ്ഞൊന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ സ്വന്തം വീട്ടിലേക്ക് പോയതും അവൾ അറിഞ്ഞില്ല. നിശബ്ദതയിൽ, നിശബ്ദതയുടെ വനാന്തരങ്ങളിൽ, അബോധാവസ്ഥയുടെ ഇരുൾ പൊന്തകളിൽ നിശ്ചേഷ്ടമായി നിരാലംബയായി അവൾ തളർന്നു കിടന്നു. 2 പകലുകൾക്കപ്പുറത്ത് കറുത്ത പട്ടുവിരിച്ച ആകാശത്ത് നിലാവുദിച്ച രാത്രിയിൽ അവൾ കണ്ണു തുറന്നു. ശരീരത്തിൽ 1000 സൂചികൾ ഒന്നിച്ചു കുത്തുന്ന വേദന. സോഫമേൽ തന്നെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന ചന്തുവിനോട് അവളുടെ കണ്ണുകൾ വിളിച്ചു ചോദിച്ചു, എവിടെ എൻ്റെ മകൻ? ഞാൻ നൊന്തുപെറ്റ എൻ്റെ മകൻ.
ചന്തു അത് അവഗണിച്ചു. നമുക്ക് പോവാറായി, വേഗം കുളിച്ച് റെഡിയാവും. അവൻ്റെ ആജ്ഞ അവൾക്കെല്ലാം മനസ്സിലായി. കനത്ത സെഡേഷനിൽ തന്നെ ഉറക്കി കിടത്തിയിട്ട് ഒന്ന് മുഖം നൽകാൻ പോലും നിൽക്കാതെ അവർ അവനെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. മനസ്സിൻ്റെ അജ്ഞാതമായ കോണിൽ അവനു വേണ്ടി കരുതി വച്ചിരുന്ന താരാട്ടിൻ്റെ ഈണം പിഴച്ചു. താളം മുറിഞ്ഞു. പറഞ്ഞുറപ്പിച്ചതിൻ്റെ ഇരട്ടി പ്രതിഫലം അക്കൗണ്ടിൽ നിക്ഷേപിച്ചതിന് ശേഷമാണ് താരദമ്പതികൾ കുഞ്ഞിനെ കൊണ്ടുപോയതെന്നും ആരോഗ്യം വീണ്ടെടുക്കുവോളം താമസിക്കാൻ അന്തേരിയിൽ അവരുടെ ഗസ്റ്റ് ഹൗസ് തന്നെ ഏർപ്പാടാക്കി തന്നിട്ടുണ്ടെന്നും പറയുമ്പോൾ ചന്തുവിൻ്റെ കണ്ണുകളിൽ കണ്ട വന്യമായ തിളക്കം അവളെ അലോസരപ്പെടുത്തി. മനസ്സിനകത്ത് ഒരേഴുനില പന്തലിട്ട് മോഹങ്ങളുടെ 1000 തോരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണവൻ. അത് തല്ലി തകർക്കാൻ അവൾക്ക് ത്രാണിയുണ്ടായില്ല. അജ്ഞാതമായ സങ്കേതത്തിൽ നിന്ന് പുറപ്പെട്ട് മറ്റൊരജ്ഞാത സങ്കേതത്തിലേക്ക് യാത്ര ചെയ്യുന്ന അജ്ഞാതയായ ഒരുവൾക്ക് വിധിയെ അനുസരിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാവും? സംയമനം കൈവരിക്കുക എളുപ്പമാവില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൾ കൊടുങ്കൈ കുത്തി എണീറ്റു. ശ്വാസം വലിച്ചുവിട്ടു. മെല്ലെ കിടക്കയിൽ നിന്ന് ഊർന്നിറങ്ങി. കുളിമുറിയിലേക്ക് നിരങ്ങി നീങ്ങാൻ ചന്തു സഹായിച്ചു. വാതിൽ കുറ്റിയിടണ്ട, അവൻ ഓർമ്മപ്പെടുത്തി. ഷവറിൽ നിന്ന് ചൂടുള്ള വെള്ളം ചീറ്റി വീണപ്പോൾ നഗ്നമായ ഉടൽ വിറച്ചു. ഉള്ളം പിടഞ്ഞു. കണ്ണീരും പാലും ചോരയും കലർന്ന വെള്ളം തറയിൽ കൊച്ചു കൊച്ചു അരുവികൾ സൃഷ്ടിക്കുന്നത് കാൺകെ സകല നിയന്ത്രണവുമറ്റു. കൈപ്പത്തിയിൽ മുഖം പൂഴ്ത്തി അവൾ പൊട്ടിപ്പൊട്ടിക്കരഞ്ഞു. ഇതോടുകൂടി ശ്രീകുമാരി രാമചന്ദ്രൻ എഴുതിയ ഓമനത്തിങ്കൾക്കിടാവോ എന്ന ഓമനത്തിങ്കൾ എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു. സ്ത്രീ എന്ന നിലയിൽ മനസ്സിൻ്റെ കോണിൽ തറച്ചു കയറിയ ഒരു കഥ തന്നെയായിരുന്നു ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനിയും ഇത്തരം നല്ല നല്ല കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ വിലയേറിയ ഓരോ അനുഭവങ്ങളും നിങ്ങളുടെ വിലയേറിയ ഓരോ കുറിപ്പുകളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. നന്ദി, നമസ്കാരം.